ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമീൻ ആമീൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമീൻ ആമീൻ. വിശ്വാസത്താൽ ആമീൻ പറയാം, സ്തോത്രത്തോടെ ആമീൻ പറയാം, പ്രാർത്ഥനയോടെ ആമീൻ പറയാം, ആമീൻ ആമീൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമീൻ ആമീൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമീൻ ആമീൻ. വിശ്വാസത്താൽ ആമീൻ പറയാം, സ്തോത്രത്തോടെ ആമീൻ പറയാം, പ്രാർത്ഥനയോടെ ആമീൻ പറയാം, ആമീൻ ആമീൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമീൻ ആമീൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമീൻ ആമീൻ. വിശ്വാസത്താൽ ആമീൻ പറയാം, സ്തോത്രത്തോടെ ആമീൻ പറയാം, പ്രാർത്ഥനയോടെ ആമീൻ പറയാം, ആമീൻ ആമീൻ. വിശ്വാസത്താൽ ആമീൻ പറയാം, സ്തോത്രത്തോടെ ആമീൻ പറയാം, പ്രാർത്ഥനയോടെ ആമീൻ പറയാം, ആമീൻ ആമീൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 39-ാമത്തെ വചനം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ച് വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾക്ക് നമുക്ക് ആമീൻ പറയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഈ ഭാഗത്ത് പറയുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതിന് 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് കിട്ടുന്നതാണ് ഭൂമിയിൽ ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു വ്യക്തി ജീവിക്കുന്നതാണ് ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം. യോവേൽ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. എന്നിട്ട് പറയാണ്, ആ മേലും ഞാൻ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവയ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണം ശേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വാഗ്ദത്തം എനിക്കും നിങ്ങൾക്ക് തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. ഈ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ് നാളിൽ 120 പേർ ഒരു മനസ്സോടെ കൂടി ഇരുന്നപ്പോൾ അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. അഗ്നിനാവുകളായി ഇറങ്ങി വന്നു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ഇന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ മന്ദിരമാക്കി ഉപയോഗിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അപ്പോൾ ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകിയിരിക്കുന്നത്. യശയാപ്രവാചകൻ അനവധി വാഗ്ദത്തങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, അത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ എന്നേക്കും കൂടെ ഇരുന്ന് സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന്, നിത്യത വരെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ആലോചന തരാൻ പരിശുദ്ധാത്മാവിനെ നമുക്കായി തന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 57-ാമത്തെ
അധ്യായം 19 വചനം പറയാണ്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഇതൊരു വാഗ്ദത്തമാണ്. നമ്മൾ അധരം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് സംഭവിക്കുക. ദൂരസ്ഥരും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കും എന്നും അരുളി ചെയ്യും. ഇതൊരു വാഗ്ദത്തമാണ്. സമാധാനം തരുമെന്ന് മാത്രമല്ല, സൗഖ്യമാക്കും എന്നുള്ളത് വാഗ്ദത്തമാണ്. ഇന്ന് ആ വാഗ്ദത്തത്തിൽ നാം മുറുകെ പിടിക്കണം. ഇങ്ങനെ രോഗികളായിരിക്കുന്നവർ ഇന്ന് വിശ്വാസത്തോടെ പറയണം, വചനം വാഗ്ദത്തം ഏറ്റുപറയണം. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. നിങ്ങൾ ഇന്ന് എത്ര ഭീകരമായ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പം ഈ വാഗ്ദത്തം ഉറക്കെ വിളിച്ചു പറയണം, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ വചനം പറയുന്നത്? നിങ്ങളുടെ അധരങ്ങളുടെ ഫലം ദൈവം സൃഷ്ടിക്കും. എന്നിട്ട് ദൂരസ്ഥരും സമീപസ്ഥരും സമാധാനം സമാധാനം, ഞാൻ അവരെ സൗഖ്യമാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. നിങ്ങൾ ഈ വചനം അധരങ്ങളിലൂടെ പറഞ്ഞു വിടുമ്പോൾ, ഈ വാഗ്ദത്തം വിശ്വാസത്തോടെ അധരങ്ങളിലൂടെ പറഞ്ഞു വിടുമ്പോൾ അത് കർത്താവ് സൃഷ്ടിക്കും. ഇല്ലാത്ത അവയവങ്ങൾ ഇന്ന് സൃഷ്ടിക്കപ്പെടും. ക്രിയേറ്റീവ് മിറക്കിൾസ് ഇന്ന് നിങ്ങളുടെ ശരീരത്തിലുണ്ടാവും, ജീവിതത്തിലുണ്ടാവും. വഴികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞാണോ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു വഴി ദൈവം തുറന്നിരിക്കും. ഇന്ന് വിശ്വസിക്കാം, വിശ്വസത്തോടെ ഇന്ന് പറഞ്ഞാട്ടെ, അധരങ്ങളുടെ ഫലം കർത്താവ് സൃഷ്ടിക്കും. അതുകൊണ്ട് ജീവനുള്ള വാക്കുകളെ പറയാം, അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ പറയാം. ഞാൻ മരിച്ചു പോകും, എനിക്ക് മരിക്കണം എന്ന് പറയുന്ന ആളുകൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് പ്രഭാതത്തിൽ പറയണം, ഞാൻ ജീവനോടെ ഇരിക്കും, ഞാൻ മരിക്കത്തില്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. ഈ വചനം മുഴുവൻ വാഗ്ദത്തമാണ്. അത് അധരങ്ങൾ ഉപയോഗിച്ച് പറയുമ്പോൾ അത് ദൈവം അതവിടെ സൃഷ്ടിക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന കർത്താവ് അതവിടെ സൃഷ്ടിച്ചിരിക്കും. ഇന്ന് പകൽ നിങ്ങളൊന്ന് വിശ്വസിച്ചാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-17 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയാം, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നമ്മളിപ്പോൾ ദൈവത്തോട് സമീപസ്ഥരായി മാറിയിരിക്കുന്നത് വലിയൊരു വാഗ്ദത്വമാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ പിതാവാം ദൈവത്തിന് സമീപസ്ഥരായി മാറുകയാണ്. ആ ദൈവം നമുക്ക് സമാധാനമായി തീരുകയാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യം പറയാണ്, അവൻ വന്ന് ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ള വാഗ്ദത്തം, സമാധാനം നൽകുമെന്നുള്ള വാഗ്ദത്തം, സൗഖ്യമാക്കുമെന്നുള്ള വാഗ്ദത്തം, ആമീൻ പറഞ്ഞ് നമുക്ക് ഏറ്റെടുക്കാം. പിതാവെ പ്രാർത്ഥിക്കുന്നു, ഇന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഈ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവ്, ഇവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, അത് വചനം കർത്താവ് സൃഷ്ടിക്കുന്നതിനായി സ്തോത്രം, ആ വാഗ്ദത്തത്തിനായി സ്തോത്രം. ഇന്ന് ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമെന്ന് മരണാസരായ രോഗികൾ പറയുമ്പോൾ അവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം വ്യാപരിച്ച് അവർ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, കർത്താവിൻ്റെ അത്ഭുതകരം നിറയട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമീൻ ആമീൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമീൻ ആമീൻ. വിശ്വാസത്താൽ ആമീൻ പറയാം, സ്തോത്രത്തോടെ ആമീൻ പറയാം, പ്രാർത്ഥനയോടെ ആമീൻ പറയാം, ആമീൻ ആമീൻ.